നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി IVGM ജംഗ്ഷനിൽ വെച്ചു നഷ്ടപ്പെട്ടു പോയ 2 പവന്റെ താലിമാല ഉടമസ്ഥർക്ക് തിരികെ നൽകി. ചാലക്കുടിയിലെ ലോട്ടറി വിൽപ്പനക്കാരികൾ മാതൃകയായി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായ തൂഫാൻ കെയറിന്റെ ഉദ്ഘാടനം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്നു. കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാർമേഴ്സ് അസോസിയേഷൻ 5ാം വാർഷിക സമ്മേളനം ചാലക്കുടിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ചാലക്കുടി മണ്ഡലതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി NCERT. പാസ്പോർട്ട് യാത്രാരേഖയാണ്, പൗരത്വം തെളിയിക്കാനുള്ളതല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ചാലക്കുടി IVGM ജംഗ്ഷനിൽ വെച്ചു നഷ്ടപ്പെട്ടു പോയ 2 പവന്റെ താലിമാല ഉടമസ്ഥർക്ക് തിരികെ നൽകി. ചാലക്കുടിയിലെ ലോട്ടറി വിൽപ്പനക്കാരികൾ മാതൃകയായി. ലോട്ടറി വിൽപ്പനയ്ക്കിടെ പാർവതി, കാർത്തു എന്നിവർക്കാണ് വഴിയിൽ കിടന്ന താലിമാല ലഭിച്ചത്. 2 പവൻ വരുന്ന സ്വർണമാല ഇവർ ലോട്ടറി മൊത്ത വിൽപ്പനക്കാരനും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗവുമായ KG ബാബുവിന് കൈമാറി. തുടർന്ന് ബാബു മാല മർച്ചന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടനെ ഏൽപ്പിക്കുകയും ചെയ്തു. മാല കളഞ്ഞു കിട്ടിയ വിവരം വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് 4 ദിവസത്തിന് ശേഷം മാല നഷ്ടപ്പെട്ട ഉടമ ചൌക്ക സ്വദേശി ലൗലി ഡേവിസ് മർച്ചന്റ്സ് അസോസിയേഷൻ ഓഫീസിൽ എത്തിയത്. മാല കളഞ്ഞു കിട്ടിയ പാർവതിയെയും കാർത്തുവിനെയും വിളിച്ചു വരുത്തി. ഇവരുടെ സാന്നിധ്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്വർണമാല ലൗലി ഡേവിസിന് കൈമാറുകയായിരുന്നു. യോഗത്തിൽ മുനിസിപ്പൽ കൌൺസിലർ റെയ്സൻ ആലുക്ക, അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ്, ജനറൽ സെക്രട്ടറി NA ഗോവിന്ദൻകുട്ടി, ട്രഷറർ ഡേവിസ് വെളിയത്ത്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, ഭാരവാഹികളായ ആൻഡോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, ആൻഡോ എരിഞ്ഞേരി, ബിനു മഞ്ഞളി, PV ആന്റണി, KS സലീം എന്നിവർ സന്നിഹിതരായി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായ തൂഫാൻ കെയറിന്റെ ഉദ്ഘാടനം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ കെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ കുറ്റവാളികളായി കാണാതെ തികഞ്ഞ അനുഭാവത്തോടെയും കരുതലോടെയും നിയമപരമായി സംരക്ഷണം നൽകി അവരെ ചികിത്സിച്ച് ഭേദമാക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാനുമുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ചടങ്ങിൽ ആലുവ MLA അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് ജോർജ് പാലക്കാപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് പൊന്തേപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഫാദർ ആൻഡോ ചേരംതുരുത്തി, അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, കൌൺസിലർ ബിജി റെജി, മെഡിക്കൽ സൂപ്രണ്ട് സ്റ്റിജി ജോസഫ്, സെബാസ്റ്റ്യൻ J തെങ്ങംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. പോലീസിന്റെ ഇന്റലിജൻസിന്റെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങാൻ ആരംഭിച്ചത്. ഈ പദ്ധതിക്ക് 3 ഘടകങ്ങളാണ്. ഒന്ന്, തുഫാൻ സ്ട്രൈക്ക്. പോലീസ് അതിശക്തമായി ഇത്തരം മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതാരായാലും അറസ്റ്റ് ചെയ്യും.
അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതിനകത്ത് ഒരാളുടെയും റെക്കമെൻഡേഷൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതിനകത്ത് ആരെങ്കിലും സഹായിക്കാനോ മറ്റിടപെടൽ നടത്തുകയും ചെയ്താൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. പോലീസ് ശക്തമായി ഞാൻ പോലീസിന്റെ സത്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഓപ്പറേഷൻ തുഫാന്റെ കാര്യത്തിൽ കേരള പോലീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കൂടി അവസരം ഞാൻ നൽകുന്നു. രണ്ടാമത്തേതാണ് ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഓപ്പറേഷൻ തുഫാൻ കെയർ, തുഫാൻ വാര്യർ. തുഫാൻ വാര്യർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ തുഫാൻ വാര്യർസാണ്. എല്ലാവർക്കും ഞാനിപ്പോൾ ബാഡ്ജ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അച്ഛന് ഞാൻ ബാഡ്ജ് കുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ബാഡ്ജ് ഇവിടെ തരും. എല്ലാവരെയും എനിക്ക് കുത്താൻ പറ്റുന്നില്ല. അപ്പം അതിന് പ്രതീകമായി അതിനൊക്കെ വലിയ അച്ഛനെയാണ് തുഫാൻ വാര്യർ. ആദ്യത്തെ തുഫാൻ വാര്യർ പ്രശസ്ത സിനിമാ താരം മോഹൻലാലാണ്. അദ്ദേഹം ഇന്ന് തുഫാൻ വാര്യറായി മാറിയിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ എല്ലാവരും പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷൻ 5ാം വാർഷിക സമ്മേളനം ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള ARS അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് CV ഷാജു അധ്യക്ഷനായിരിക്കും. കേരളത്തിലെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉൽപാദകരായ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ഉൽപാദനം, ഗ്രേഡിംഗ്, വിപണനം, മൂല്യവർദ്ധനം, ഗുണനിലവാരം തുടങ്ങിയ വിഷയങ്ങളിൽ പഠന ക്ലാസുകൾ വിവിധ വിദഗ്ധർ നയിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രജിസ്ട്രേഡ് അംഗങ്ങളായ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമേഴ്സ് പങ്കെടുക്കുകയും വിലയിരുത്തലുകൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യും. കേരളത്തിൽ ചെറുകിട, വൻകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ വിവിധ പ്രൊഡ്യൂസർ കമ്പനികൾ, ചെറുകിട സംഘങ്ങൾ, വൻകിട കച്ചവടക്കാർ, മാർക്കറ്റിംഗ് കമ്പനികൾ തുടങ്ങിയ മുഖാന്തരമാണ് നിലവിൽ വിപണനം നടത്തുന്നത്. പഴങ്ങൾ കേടാകാതെ സൂക്ഷിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റി അയക്കാനുള്ള ഗതാഗത പ്രശ്നങ്ങൾ, പഴങ്ങൾ പുതിയ വിപണന മേഖലകളിലെ പരിചയപ്പെടുത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പരിഹാര മാർഗങ്ങൾ നടത്തി മുന്നോട്ടു പോകുവാനാണ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ മാത്രം ചെറുകിട, വൻകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ 1 ലക്ഷത്തിലധികം ടൺ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2027 ഉൽപാദനം ഇരട്ടിയിലധികമായാൽ വിപണനത്തിനും മൂല്യവർദ്ധനവിനുമുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ആലോചിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ കർഷകർക്ക് ആവശ്യമായ പ്ലാസ്റ്റിക് വലകൾ, കട്ടറുകൾ, പ്രുണറുകൾ, മാംഗോസ്റ്റിൻ പഴങ്ങൾ താഴെ വീഴാതെ പറിച്ചെടുക്കുന്നതിനുള്ള തോട്ടികൾ തുടങ്ങിയവ വിതരണം ചെയ്യേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബാബു ജോസഫ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ഷാജു ചൂരക്കൽ, സെക്രട്ടറി മനേഷ് കോട്ടോളി, ജിന്നറ്റ് മാത്യു, PRO ലിൻഡോ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഇനിയും റെഡ് ആവും. അതായത് നെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇനി 1 മാസം കൂടി ലൈഫ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫ്രൂട്ട് പഴുത്തണി, മാംഗോഷ്യം പഴുത്തണി ഈ 50 രൂപയ്ക്ക് 60 രൂപയ്ക്കും കടയിൽ മറ്റുള്ള സ്ഥലത്ത് കൊടുക്കുന്ന ഒരു യൂട്യൂബേഴ്സ് അവിടെ കിട്ടും, ഇവിടെ കിട്ടുന്നു പറഞ്ഞാൽ അപ്പുറത്ത് സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ, ഈ അയൽവക്കത്ത് നിന്ന് കിട്ടുന്ന സാധനം, പിന്നെ നാച്ചുറൽ സാധനങ്ങളല്ല. ഇത് N18 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 22 ദിവസം വരെ ഈ സെയിം ഫ്രൂട്ട് ഈ മരത്തിൽ നിൽക്കും. അപ്പൊ നമുക്ക് 22-21 ദിവസത്തിനുള്ളിൽ നമുക്ക് വ്യാപാരികളെ കഴിയാൻ പോകും. അതിന്റെ ഒരു അനുഗ്രഹമുള്ള. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ തന്നെ. ഈ സാധനം ഇപ്പോൾ പറിച്ചില്ലോ, ഇനി ഇത് ഒരിക്കലും പഴുപ്പില്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ചാലക്കുടി മണ്ഡലതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ആലിസ് ഷിബൂത്ത് അധ്യക്ഷയായി.
സ്കൂൾ ലീഡർ അതുല്യ അശോകൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചാലക്കുടി ഡിവൈഎസ്പി KP ബെന്നി, വാർഡ് കൗൺസിലർ അൽഫോൺസ, PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, കൊരട്ടി SHO ഹബീബുള്ള, ചാലക്കുടി SHO ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീമതി അൽഫോൻസ, PTA പ്രസിഡന്റ് ശ്രീ ലിജോ കുറ്റിക്കാടൻ, അതുപോലെ എല്ലാവരെയും ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനാണ്, അതിന്റെ SHO ആയിട്ടുള്ള സ്വാഗതം ചെയ്യുന്നു. ബന്ധപ്പെട്ട് നമ്മൾ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏകദേശം 210ഓളം കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തു. നമ്മുടെ തൃശ്ശൂർ റൂറലിൽ, തൃശ്ശൂർ ജില്ലയിലല്ല, തൃശ്ശൂർ റൂറലിൽ. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം 45ഓളം പേരെ റിമാൻഡ് ചെയ്തു. 270ഓളം പേരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലൂടെയാണ്. അതുപോലെ നമ്മുടെ ചാലക്കുടി സബ് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 90ഓളം കേസുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എടുത്തു. ഈ 25 ദിവസം കൊണ്ട് 90 കേസുകൾ നമ്മൾ എടുത്തു. ഏകദേശം 16 പേരോട് റിമാൻഡ് ചെയ്തു. ഇന്ന് സംസ്ഥാനത്തുടനീളം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റെടുത്തതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വലിയ പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലം വരെ ലഹരി മരുന്നിന്റെ വ്യാപനം അതിനൊരു കേന്ദ്രമായി നമ്മുടെ നാട് മാറിയ ഒരു ദുരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ലഹരിയുടെ വ്യാപനം അത് നമ്മുടെ സമൂഹത്തെ രോഗാതുരമാക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി NCERT. 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പുതിയ പാഠപുസ്തകത്തിലാണ് അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി, ഇന്ത്യ ആൻഡ് ബിയോണ്ട്, ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന പേരിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും വെല്ലുവിളികളും പ്രതിപാദിക്കുന്ന ഭാഗത്താണ് അടിയന്തരാവസ്ഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ അടിയന്തരാവസ്ഥ പാഠഭാഗം ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമാണ്. 1975-77 കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകഞ്ഞിരുന്നു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലകയറ്റം, ഭരണപരാജയം എന്നിവ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. തുടർന്ന് ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂണിൽ സർക്കാർ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പുസ്തകത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാരുടെ ഭൂരിഭാഗം മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടതായും മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതായും പുസ്തകത്തിൽ പറയുന്നു. നിരവധി രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് കടുത്ത തിരിച്ചടിയേൽക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ചെയ്തതായും പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ ജയപ്രകാശ് നാരായണൻ വഹിച്ച പങ്കിനെ കുറിച്ചും പുതിയ പാഠഭാഗത്തിൽ പ്രത്യേക പരാമർശമുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അണിനിരത്തി വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നതായി പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തുടർന്ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചതിലൂടെ അന്നത്തെ ഭരണകക്ഷി പരാജയപ്പെട്ടു. ഈ പരാജയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണെന്നും ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ചതായും പുസ്തകത്തിൽ പറയുന്നു.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 2040 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,02,760 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 255 രൂപയാണ് കുറഞ്ഞത്. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 12,845 രൂപയാണ്. മൂന്നാഴ്ചയ്ക്കിടെ 1000 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പവൻ വില 1,02,760 രൂപയിൽ എത്തിയിരിക്കുന്നു. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വിലകയറ്റം നിയന്ത്രിക്കുന്നതിന് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയാൽ സ്വർണത്തിന്റെ ആകർഷണം കുറയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് പ്രധാനമായി സ്വർണ്ണവില കുറയാൻ ഇടയാക്കുന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഉപയോക്താക്കൾക്കായി പുതിയ സുരക്ഷാ അപ്ഡേറ്റുമായി വാട്സ്ആപ്പ്. അജ്ഞാത നമ്പറുകളിൽ നിന്നെത്തുന്ന സന്ദേശങ്ങൾ തുറക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഫീച്ചർ. ആൻഡ്രോയിഡിലും iOSലും ഫീച്ചർ ലഭ്യമാകുമെന്നാണ് വാബീറ്റ ഇൻഫോ റിപ്പോർട്ട്. ഉപയോക്താവിന് മുമ്പ് ഒരിക്കലും സന്ദേശം അയച്ചിട്ടില്ലാത്ത ഒരു ഫോൺ നമ്പറിൽ നിന്ന് സന്ദേശങ്ങൾ എത്തുമ്പോൾ വാട്സാപ്പ് മുന്നറിയിപ്പ് നൽകും. ഫോൺ നമ്പർ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഫോണിൽ കോൺടാക്ട് ലിസ്റ്റിലുണ്ടോ, 2 ഉപയോക്താക്കളും പൊതുവായി ഏതെങ്കിലും ഗ്രൂപ്പുകളിലുണ്ടോ എന്നിവ മനസ്സിലാക്കിയായിരിക്കും മുന്നറിയിപ്പ്. ഫീച്ചർ പൂർണ്ണമായും സുരക്ഷ തീർക്കുന്നില്ല. ഏതെങ്കിലും കാരണത്താൽ ഒരു സ്കാമറുടെ നമ്പർ നിങ്ങളുടെ കോൺടാക്റ്റുകളിൽ ഇതിനകം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നറിയിപ്പ് ദൃശ്യമാകണമെന്നില്ല. മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നമ്പർ ആണെങ്കിലും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭ്യമാകും. സ്വകാര്യ വ്യക്തികളോ പാസ്വേഡുകളോ നൽകിക്കൊണ്ട് തട്ടിപ്പുകാർ നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ പണം അയക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ഇതായിരിക്കും വാട്സാപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് പോപ്പപ്പ് വിശദാംശങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉപയോക്താവിന് തന്നെ തീരുമാനമെടുക്കാം. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സ്പാം, സ്കാമുകൾ അല്ലെങ്കിൽ തട്ടിപ്പ് സന്ദേശങ്ങൾ എന്നിവ തടയാൻ വാട്സാപ്പിന്റെ പുതിയ ഫീച്ചർ സഹായിച്ചേക്കാം. പാസ്പോർട്ട് യാത്രാരേഖയാണ്, പൗരത്വം തെളിയിക്കാനുള്ളതല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യാന്തര യാത്ര സുഗമമാക്കാൻ സർക്കാർ രേഖയാണ് പാസ്പോർട്ട്. പാസ്പോർട്ട് സേവാ ദിവസിനോട് അനുബന്ധിച്ചായിരുന്നു പ്രതികരണം. അന്താരാഷ്ട്ര യാത്രകൾ സുഗമമാക്കുന്നതിനായി സർക്കാർ നൽകുന്ന പ്രാഥമിക യാത്രാരേഖ മാത്രമാണ് പാസ്പോർട്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2025 1.31 കോടി പാസ്പോർട്ടുകളടക്കം 1.5 കോടി സേവനങ്ങൾ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പോലീസ് പരിശോധനാ സമയം ഒഴിവാക്കിയാൽ 6 പ്രവൃത്തി ദിവസത്തിലൂടെ പാസ്പോർട്ട് നൽകുന്നതിലൂടെ സേവനങ്ങൾക്ക് എടുക്കുന്ന ശരാശരി സമയത്തിൽ പുരോഗതിയുണ്ടായി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ പൗരന്മാർ ശരാശരി 45 മിനിറ്റ് മാത്രമാണ് ചെലവഴിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാസ്പോർട്ടിന്റെ ഉടമസ്ഥാവകാശം വ്യക്തികൾക്കില്ലെന്നും അതിന്റെ പിൻവശത്ത് ഇത് സർക്കാരിന്റെ സ്വത്താണെന്നും സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അത് തിരികെ നൽകേണ്ടതാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കവേ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള അന്തിമ രേഖയല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് കേവലം വ്യക്തിവിവര രേഖ മാത്രമാണ്. വോട്ടർ IDയും പൗരത്വ രേഖയായി കണക്കാക്കുന്നില്ല. അങ്കമാലി നഗരസഭ 17-ാം വാർഡിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഓണത്തിനൊരു വട്ടിപ്പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. എയർപോർട്ട് കവാടത്തിൽ ഇറിഗേഷൻ കനാൽ പുറമ്പോക്കിൽ കാടുമൂടിക്കിടന്ന സ്ഥലം വെട്ടിത്തെളിച്ചാണ് കൃഷി ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ തൈനടിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CY ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ വിനീത ദിലീപ്, CDS ചെയർപേഴ്സൺ രജനി ശിവദാസൻ, ADS ചെയർപേഴ്സൺ ഷീജ ജോസ്, CDS അംഗം ഉഷ സജീവ്, ആശാ വർക്കർ മേരി ജോണി, പ്രൊഫസർ AK ദിവാകര മേനോൻ, AS ഗോപിനാഥൻ, ജിൻസി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഇപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥിതി ഉള്ളത്. ഇങ്ങനെ എന്തെങ്കിലും കൃഷി നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രദേശം കാടിമുടുക്കെടുക്കില്ല. മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് വേസ്റ്റും വലിച്ചെറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ, നമ്മുടെ CDSന്റെ ചെയർപേഴ്സണാണ് ഇതിനൊരു നേതൃത്വപരമായ പങ്ക് വഹിച്ചത്. ADSന്റെ പ്രസിഡന്റ് ഷീജ ജോസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ നന്നായിട്ട് സഹകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയർപേഴ്സന്റെ സൗകര്യം നോക്കി ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. തീർച്ചയായും ഇത് മറ്റ് പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വനിതാ സംഘടനകളും എല്ലാം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഓണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. വിഷു വരുമ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ പച്ചക്കറിയുടെ നടിനും മറ്റു കാര്യങ്ങളും നടത്താറുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വരുന്ന
ഇപ്പോൾ പച്ചക്കറി മാത്രമല്ല പൂക്കളും വിഷമടിച്ച് വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരാഴ്ച കഴിഞ്ഞാൽ പൂവ് ഇരിക്കുന്ന അതേ അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. കാരണം അതിൽ വ്യാപകമായിട്ടുള്ള രാസമാലിന്യങ്ങളെല്ലാം കലർത്തി കേടുവരാതിരിക്കാൻ വേണ്ടിയുള്ള ചില ഏർപ്പാടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ പൂവ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും അത് വിഷത്തിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് പോവാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത കുടുംബശ്രീ സംവിധാനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിന് ഇവിടെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഭവനോട് ചെയർപേഴ്സൺ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത ദിലീപ്, ഒപ്പം തന്നെ നമ്മുടെ വാർഡിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി വികസന സമിതിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന KCBയുടെ മുൻ ചീഫ് എഞ്ചിനീയറും ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്ന മാഷിന്റെ വീട് ഈ റോഡ് സൈഡ് തന്നെയാണ്. നായത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കനാൽ റോഡിനോട് ചേർന്നാണ് മാഷിന്റെ വീട്. മാഷിന്റെ വീടിന്റെ മുൻവശം ഇതേപോലെ കാട് മൂടി കിടന്ന പ്രദേശത്തെല്ലാം ചെടി നട്ട് വളർത്തി എപ്പോൾ നമ്മൾ പോയി നോക്കിയാലും അതിനെതിരെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് മാഷ് ഏതെങ്കിലും തൂമ്പെടുത്ത് കൊത്തിക്കളച്ച് അല്ലെങ്കിൽ വളമിടുന്ന പരിപാടി, വെള്ളം ഒഴിക്കുന്ന പരിപാടിക്ക് സ്ഥിരം ചെയ്യാണ്. അപ്പം മാഷിനെ പോലുള്ള ആളുകൾ ഇത്തരം പരിപാടികളിൽ ഒരു മാതൃകയാണ്. മാഷിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വാർഡിലെ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ചൊവ്വര കോപ്പറേറ്റീവ് ബാങ്കിലെ സെക്രട്ടറി, ഇവിടെ അക്ഷയ കേന്ദ്രം നടത്തുന്ന പ്രിയപ്പെട്ട AS ഗോപിനാഥൻ ഉൾപ്പെടെ, സഹകരണ ബാങ്ക് ഡയറക്ടർ ജിജ ഗർവാസിസ് ഉൾപ്പെടെ കുടുംബശ്രീ സംവിധാനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന ജിൻസി ബിജു ഉൾപ്പെടെ നമ്മുടെ ആശാ വർക്കർ പ്രിയപ്പെട്ട മേരി ജോണി ഉൾപ്പെടെയുള്ളവരിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വാർഡിലെ കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനവും നേതൃത്വം കൊടുക്കുന്ന ഉഷാ സജീവ് ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുക്കുന്നു. പ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം. നമ്മളുടെ പൊതുവായിട്ട് കിടക്കുന്ന ഈ കാട് മൂടി കിടന്ന ഈ സ്ഥലം വൃത്തിയാക്കി നമ്മളുടെ ഓണത്തിന് ഒരു വട്ടി പൂവ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മളുടെ ചെടികളൊക്കെ ഇവിടെ നടാനായിട്ട് സന്നദ്ധരായ നമ്മളുടെ ഏരിയാസ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു പൂവ് ആകർഷകമായിട്ട് ജനങ്ങൾക്ക് കണ്ണിനും ഒരു കൗതുകം, അതേപോലെ തന്നെ നമ്മളുടെ ഈ അന്തരീക്ഷത്തിലെ കാർബണെ കുറയ്ക്കുന്നതിലും നമ്മളുടെ ഈ ചെടികളും മരങ്ങളൊക്കെ ഒത്തിരിയേറെ നമ്മൾ ഓണത്തിന് ഒരു വട്ടി പൂവ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വിവിധ സംഘടനകൾ എല്ലാ വർഷകാലത്തും ഇതുപോലെ പൂക്കൃഷി ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വരുന്ന എല്ലാ പച്ചക്കറി ഉൾപ്പെടെ പൂവിലും മാരകമായ വിഷങ്ങൾ തളിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ പുഷ്പകൃഷി ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പൂവുണ്ടാവും. ആ പൂവെല്ലാം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കടകളിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ പൂവ് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയണം. കാരണം നമ്മുടെ പൂ ഒരു ദിവസം ഇരിക്കുള്ളൂ. നമ്മൾ ഒരു മായോ വിഷമോ ഒന്നും തളിക്കാത്തത് കൊണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ പൂവ് ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തം മുതൽ 10 ദിവസം ഓണത്തിന് പൂക്കളം ഒരുക്കുന്നവർക്കും ഓണാഘോഷ പരിപാടികൾ നടത്തുന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പൂ കൊണ്ട് ഗുണം ചെയ്യുന്നത്. എന്തായാലും വളരെ മനോഹരമായി എയർപോർട്ട് പോലുള്ള ഇതിന്റെ കവാടത്തില് പുഷ്പങ്ങള് പൂത്തുലഞ്ഞു നിൽക്കുന്നതിനുള്ള ഒരു അവസരം ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയും വാർഡ് കൗൺസിലും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, കൗൺസിലർ, മുൻ കൗൺസിലർ, സഹോദരന്മാർ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന ഭാവനയിൽ നിന്നും ഉദിച്ചു പൊന്തിയ ഈ പ്രസ്ഥാനത്തോട്, ഈ ചിന്തയോട്, ഈ പ്രവൃത്തിയോട്, എല്ലാവിധ സൽപ്രവൃത്തിയോടും അതിനോട് ബന്ധപ്പെട്ട മയക്കുമരുന്ന് ദുരുപയോഗത്തിനും വിപണനത്തിനുമെതിരെയുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. IQAC NSS യൂണിറ്റ്, ആന്റി നാർക്കോട്ടിക് സെൽ, NCC, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്പോർട്സ് ആണ് ലഹരി എന്ന പ്രമേയത്തിൽ നടന്ന പരിപാടിയിൽ NSS വളണ്ടിയർമാരും NCC കാഡറ്റുകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും തീം ഡാൻസും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചു. പരിപാടിയുടെ പ്രധാന ആകർഷണമായ മിഷൻ തൂഫാൻ ഷൂട്ടൌട്ട് ചലഞ്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്തിലൂടെ യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ നൽകിയത്. വിദ്യാർത്ഥികൾ, NSS വളണ്ടിയർമാർ, NCC കാഡറ്റുകൾ, അധ്യാപകർ എന്നിവർ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. അപ്പോളോ ടയേഴ്സിൽ റിട്ടയേർഡ് ജീവനക്കാരൻ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിന് സമീപം ഷാ റോഡിൽ സുമം വീട്ടിൽ മധുസൂദനൻ ഉണ്ണി നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചാലക്കുടി IVGM ജംഗ്ഷനിൽ വെച്ചു നഷ്ടപ്പെട്ടു പോയ 2 പവന്റെ താലിമാല ഉടമസ്ഥർക്ക് തിരികെ നൽകി. ചാലക്കുടിയിലെ ലോട്ടറി വിൽപ്പനക്കാരികൾ മാതൃകയായി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായ തൂഫാൻ കെയറിന്റെ ഉദ്ഘാടനം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്നു. ഈ പദ്ധതിക്ക് 3 ഘടകങ്ങളാണ്. ഒന്ന്, കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാർമേഴ്സ് അസോസിയേഷൻ 5ാം വാർഷിക സമ്മേളനം ചാലക്കുടിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ചാലക്കുടി മണ്ഡലതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി NCERT. പാസ്പോർട്ട് യാത്രാരേഖയാണ്, പൗരത്വം തെളിയിക്കാനുള്ളതല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.